2007 മൂന്നാർ കയ്യേറ്റമൊഴിപ്പിക്കൽ ദൗത്യസംഘ തലവനായിരുന്ന കെ സുരേഷ് കുമാറിനെതിരെ CPIM നേതാവ് M. M. മണി ദൗത്യം പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ലെന്ന് സുരേഷ് കുമാർ പറയുന്നത് സന്തോഷമുള്ള കാര്യം. ഒഴിപ്പിക്കൽ തുടർന്നാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നേനെ. VSന്റെ അറിവോടെയാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചതെന്ന് കരുതുന്നില്ലെന്നും M. M. മണി പറഞ്ഞു. VSന്റെ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഇവനൊക്കെ തോന്നുന്നോടെ ചെയ്തു. അതുകൊണ്ട് എതിർത്തു. അവിടെ നിർത്തിയേച്ച് പോകേണ്ടി വന്നല്ലോ. സുരേഷ് കുമാറല്ല ഈ വലിയവനാണെന്ന് പറഞ്ഞാലും വിവരക്കേട് കാണിച്ചാൽ വിവരമില്ലെന്ന് തന്നെ പറയും. ഇന്നും പറയും, നാളെയും പറയും മണി. അന്ന് പറഞ്ഞൊക്കെ ശരിയാണെന്ന് തന്നെ എൻ്റെ നിഗമനമതാ. ഒഴിപ്പിക്കൽ എല്ലാം ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞതുണ്ടല്ലോ, അതിൽ നമുക്ക് സന്തോഷമാണ്. VS അന്ന് സ്വീകരിച്ച നടപടി സുരേഷ് കുമാറിനെ പോലുള്ള ആളുകൾ സ്വീകരിച്ച നടപടിയാണ്. VS എല്ലാം അറിഞ്ഞാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അദ്ദേഹം അവിടെയല്ലേ, തിരുവനന്തപുരത്തല്ലേ. VSനൊപ്പം എൻ്റെ ദിനങ്ങൾ എന്ന പേരിലാണ് കെ സുരേഷ് കുമാറിന്റെ പുസ്തകം പുറത്തു വന്നതിലൊക്കെ ഉണ്ടായിരുന്ന വിവാദ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടാണ് M. M. മണിയുടെ മറുപടി. രാഹുൽ വിജയൻ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, എന്താണ് M. M. മണി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? ഉന്മേഷ്, മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ ദൗത്യവുമായി ബന്ധപ്പെട്ടും അക്കാലത്തെ രാഷ്ട്രീയ അണിയറക്കഥകളെ കുറിച്ച് നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഈ സുരേഷ് കുമാർ രചിച്ച പുസ്തകത്തിലുണ്ടായിരുന്നു. അത് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് M. M. മണിയുടെ ഈ വിമർശനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് ഉദ്യോഗസ്ഥർ തോന്നിയ പോലെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, കയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്തിയ ഉദ്യോഗസ്ഥർ ചെറ്റത്തരം കാണിച്ചു എന്നുള്ളതായിരുന്നു M. M. മണിയുടെ പ്രധാനപ്പെട്ട ആക്ഷേപവും. അത് നമുക്കറിയാം, വലിയ തരത്തിൽ വിവാദമായതാണ്. 2007 മൂന്നാറിലെ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അന്നത്തെ VS അച്യുതാനന്ദ സർക്കാർ ഒരു പ്രത്യേക ദൗത്യ സംഘത്തെ നിയോഗിച്ചതിന്റെ ദൗത്യ തലവന്മാരിൽ ഒരാളായിരുന്നു കെ സുരേഷ് കുമാർ എന്ന് പറയുന്നത്. ഋഷായ് സിംഗും ഉൾപ്പെടെയുള്ള ആളുകൾ നയിച്ച ആ ദൗത്യം ഒരു പരാജയമായിരുന്നു എന്നുള്ളതാണ് M. M. മണി പറയുന്നത്. പകുതിക്ക് വെച്ച് ഒഴിഞ്ഞു പോകേണ്ടി വന്നത് ഈ പാർട്ടിയുടെ എതിർപ്പുകൊണ്ടാണ്, അല്ലെങ്കിൽ M. M. മണി ഉൾപ്പെടെയുള്ള നേതാക്കൾ എതിർത്തുകൊണ്ടാണെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് എന്നുള്ളതായിരുന്നു. ദൗത്യം തുടർന്നു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നേനെ എന്നുകൂടി M. M. മണി പറഞ്ഞു വെക്കുകയും ചെയ്തു. ഉന്മേഷ്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.